ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക്. നോർത്തേൺ ഇറ്റലിയിലെ മനോഹരമായ കാഴ്ചകളാണ് തുടരുന്നത്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളിന്ന് രാവിലെ തന്നെ ബൊൾസാനോ നിന്ന് മിലാനിലേക്ക് പോവുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. അതിരാവിലെ തന്നെ ആരംഭിച്ചൊരു വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് മാർക്കറ്റ്. നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞങ്ങൾ ട്രെയിനിൽ കയറി. ഞങ്ങൾ ഇത്തവണ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് ആയിരുന്നു എടുത്തിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുകയാണ് ഉണ്ടായത്. കാരണം ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ലല്ലോ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിക്കാറാണല്ലോ സ്വതവേ. പക്ഷേ ഇന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതും ബൊൾസാനൊന്ന് വാങ്ങിയ ഫ്രൂട്ട്സുകളായിരുന്നു, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെയായിരുന്നു. ട്രെയിനിൽ ഞങ്ങൾക്ക് വെള്ളവും കുക്കീസും കിട്ടി. ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് ആയതുകൊണ്ടുള്ള ആകെ ഒരു ഗുണമായിട്ട് തോന്നിയത് അതാണ്. വേറെ എന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. യൂറോപ്പിലെ ട്രെയിനെല്ലാം നല്ല സൗകര്യമുള്ളതാണല്ലോ, അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തുകൊണ്ട് പ്രത്യേകത എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ബൊൾസാനോ നിന്ന് മിലാനിലേക്ക് ഏകദേശം 3 മണിക്കൂർ എടുക്കും. യാത്ര തുടങ്ങിയ ഉടനെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് മുന്തിരിത്തോട്ടങ്ങളും മറ്റ് കൃഷിയിടങ്ങളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാഴ്ചകളൊക്കെ. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഡോളമൈറ്റിൽ എന്തൊക്കെ കാണണമെന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയൊരു ഇൻഫർമേഷൻ ഞാൻ തരാം. ഡോളമൈറ്റ് എന്നത് നോർത്തേൺ ഇറ്റലിയിലെ ഒരു പ്രത്യേകതരം മലകളാണെങ്കിലും ഈ ഡോളമൈറ്റ് കാണപ്പെടുന്ന സ്ഥലങ്ങളെ മുഴുവനായിട്ടും ഡോളമൈറ്റ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ആ സ്ഥലത്തിന് മുഴുവനായിട്ടും ഡോളമൈറ്റ് എന്നറിയപ്പെടുന്നത്. ഈ ഡോളമൈറ്റിൽ ഒരുപാട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ലാഗോ ഡി ബ്രേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലം. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണും, അത്രക്കും ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. പിന്നെ വേറൊരു സ്ഥലമാണ് ഡോബിയാക്കോ. ഈ പ്രൊനൗൺസ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഈ സ്ഥലങ്ങൾ മാത്രമല്ല, ഇനി ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്ലാനിൽ ഈ സ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. അതുകൊണ്ട് കാർ റെൻ്റ് എടുത്തിട്ട് ഡോളമൈറ്റ് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങൾ ബൊൾസാനോയിൽ നിൽക്കാൻ കാരണം ഈ 2 സ്ഥലത്തേക്കും പോകണമെന്ന് മനസ്സിലുള്ളത് കൊണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തേക്ക് പോകാൻ ബേസായിട്ട് ബൊൾസാനോയിൽ നിന്ന് കഴിഞ്ഞാൽ ബൊൾസാനോ ഒന്ന് ബസ്സോ ട്രെയിനോ ഒക്കെ എടുത്തിട്ട് ഈ സ്ഥലങ്ങളിലേക്ക് പോവാം എന്നായിരുന്നു ചാറ്റ് GPT പറഞ്ഞു തന്നത്. പക്ഷേ ബൊൾസാനോയിൽ നിന്ന് ലാഗോ ഡി ബ്രേസിലേക്കും ഡോബിയാക്കോയിലേക്കൊക്കെ ഞങ്ങൾ ട്രെയിനും ബസ്സൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ടൊരു ബസ്സോ ട്രെയിനോ ഒന്നുമില്ല. ഒരുപാട് ബസ്സുകൾ മാറിക്കയറിയിട്ടും ട്രെയിനുകൾ മാറിക്കയറിയിട്ടൊക്കെയാണ് എത്തുള്ളൂ. അങ്ങനെ അതൊരു നടക്കാത്ത സ്വപ്നമായിട്ട് ഞങ്ങൾക്ക് മാറി. ഒരുപാട് പ്ലാനോട് കൂടിയായിരുന്നു ഡോളമൈറ്റ് കാണാനായിട്ട് ബൊൾസാനോയിലേക്ക് ഞങ്ങൾ പോയത്. ലാഗോ ഡി ബ്രേസ്, പിന്നെ ഡോളമൈറ്റിലെ മറ്റു ഭംഗിയുള്ള സ്ഥലങ്ങൾ, ഇതൊക്കെ കാണുന്ന പ്ലാനിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സെസേഡ, ആൽപെ ഡി സൂസി, പിന്നെ ബൊൾസാനോയിലെ തന്നെ ഡോളമൈറ്റ്, ഇതൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ. കൂടാതെ ബൊൾസാനോ സിറ്റിയും കണ്ടു, പിന്നെ OTC സിറ്റിയും കണ്ടു. ഇത്രയും മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു ഡോളമൈറ്റിൽ ചെയ്യണമെന്ന്. കാറില്ലാത്തത് കൊണ്ട് അതൊന്നും നടന്നില്ല. അതുകൊണ്ട് ഡോളമൈറ്റിലേക്ക് പോവുകയാണെങ്കിൽ എന്തായാലും കാർ റെൻ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഏകദേശം 3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ മിലാനിലെത്തിയിട്ടുണ്ട്. മിലാൻ റെയിൽവേ സ്റ്റേഷൻ കാണാൻ നല്ല ഭംഗിയാണ്. വലിയ റെയിൽവേ സ്റ്റേഷനാണ്, ഒരുപാട് പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ട്രാം സ്റ്റോപ്പൊക്കെ ഉണ്ട്. നമ്മൾ ഈ ട്രാം എടുത്തിട്ടാണ് നമ്മളുടെ റൂമിലേക്ക് പോകുന്നത്. ഞങ്ങൾ കുറേ നേരമായി ട്രാം സ്റ്റോപ്പിൽ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഇതാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു. പിന്നെ മനസ്സിലായത് അല്ല, വേറൊരു സ്റ്റോപ്പിലാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രാം വരാറ്. അങ്ങനെ ആ സ്റ്റോപ്പിൽ പോയിട്ട് ആ ട്രാം എടുത്തു. അപ്പോൾ ഗൂഗിൾ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും വേറൊരു ട്രാം എടുത്തിട്ടാണ് ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയത്. ആ സ്റ്റോപ്പിൽ നിന്ന് കുറച്ചുകൂടെ നടക്കണം ഹോട്ടലിലേക്ക്. ഇനി നമുക്ക് ഹോട്ടലിലെത്തിയിട്ട് ഹോട്ടൽ റൂമിൻ്റെ കാഴ്ചകൾ കാണാം. ഞങ്ങൾ പുതിയൊരു ഹോട്ടലായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്, അതുകൊണ്ട് തന്നെ റൂമൊക്കെ നല്ല വൃത്തിയുണ്ടായിരുന്നു. പിന്നെ വലിയ സൗകര്യമൊന്നും പറയാനില്ല, അത്യാവശ്യം സൗകര്യമുള്ള റൂമും ടോയ്ലറ്റൊക്കെ ആയിട്ട് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം. ഞങ്ങൾ 2 റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമാണ് ഇത്. മോൻ്റെ റൂം കുറച്ച് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴാണ് മോൻ്റെ റൂം കിട്ടിയത്. ഇത് മോൻ്റെ റൂം. അപ്പോൾ ഞങ്ങളുടെ മോൻ്റെ റൂമും ഒരുവിധം എല്ലാം സെയിമാണ്, പക്ഷേങ്കിൽ അറേഞ്ച്മെൻറ്റിന് ജസ്റ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട്.
ഞങ്ങൾ പുറത്ത് പോയി വന്നതിന് ശേഷം ഷൂട്ട് ചെയ്തതാണ് ഈ റൂമിൻ്റെ വീഡിയോ. ഞാൻ രണ്ടും ഒരുമിച്ചിടാലോ എന്ന് വിചാരിച്ചിട്ട് കമ്പൈൻ ചെയ്തതാണ്. ഞങ്ങൾ വന്ന് ഒന്ന് ഫ്രഷ് ആയ ഉടനെ തന്നെ മിലാൻ സെൻട്രലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. ഞങ്ങൾ മിലാൻ സെൻട്രലിൽ നിന്ന് കുറച്ച് ദൂരെ ആയിട്ടാണ് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നലെയാണ് ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് കുറച്ച് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ യാത്രക്കിടയിൽ ഞാനൊരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. നമ്മൾ യൂറോപ്പിൽ യാത്ര ചെയ്യുന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നില്ല. കാരണം സ്ട്രീറ്റൊന്നും അത്ര വൃത്തി ഉണ്ടായിരുന്നില്ല. മിലാൻ സെൻട്രലിലെത്തിയപ്പോഴാണ് കുറച്ച് വൃത്തിയുള്ള സ്ട്രീറ്റൊക്കെ കണ്ടു തുടങ്ങിയത്. അപ്പോൾ മിലാൻ അത്ര വൃത്തിയുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. നമ്മളിപ്പം വന്നിരിക്കുന്നത് മിലാൻ്റെ ഒരു ഐക്കണിക് 19th സെഞ്ച്വറി ഷോപ്പിംഗ് ആർക്കേഡാണ്. ഈ ഒരു സ്ഥലം മിലാൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ക്വയേഴ്സിന് കണക്ട് ചെയ്യുന്നുണ്ട്. പിയാസ ഡെൽ ഡോമോ എന്നും പിയാസ ഡെല്ല സ്കാല എന്നും പറഞ്ഞിട്ടുള്ള 2 സ്ക്വയേഴ്സ് തന്നെ കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ എൻട്രി ചെയ്യുന്നത് പിയാസ ഡെൽ ഡോമോ എന്നാണെങ്കിൽ നമ്മൾ ഇറങ്ങുക പിയാസ ഡെല്ല സ്കാലയിലേക്കായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ലക്ഷറി ബ്യൂട്ടീക്കുകളും കഫേസും പിന്നെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെയാണ് ഉള്ളത്. ഇത് 1865നും 1877നും ഇടയിലാണ് നിർമ്മിക്കപ്പെട്ടത്. അപ്പോൾ ഒരുപാട് പഴക്കമുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. അവിടെ ആളുകളൊക്കെ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇതെന്താണെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു ട്രഡീഷനാണ്. അവിടെ ഒരു ബുള്ളുണ്ട്. അതിൻ്റെ ജനൈറ്റൽ പാർട്ടിൽ കാലിൻ്റെ ഹീല് 3 തവണ ഇങ്ങനെ കറക്കിയാൽ അതൊരു ഗുഡ് ലക്കാണെന്ന്. വർഷങ്ങളായിട്ട് ആളുകൾ ഇങ്ങനെ ചെയ്തിട്ട് ആ ഫ്ലോറിൽ ഒരു കുഴി ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം ആദ്യമായിട്ട് എങ്ങനെയാണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർക്കേഡിലെ ഫ്ലോർ മൊസൈക്ക് 4 സിറ്റികളെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. മിലാന്, ഫ്ലോറൻസ്, റോം, ടൂറിൻ. അപ്പോൾ ഈ ടൂറിന് ഹിസ്റ്റോറിക്കലി മിലാൻ്റെ റൈവൽസ് ആയിരുന്നു. അതുകൊണ്ട് ടൂറിനൊരു ബാഡ് ലക്ക് വരാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാലക്രമേണ ബാഡ് ലക്ക് എന്നതിന് പകരം സ്വന്തത്തിനുള്ള ഗുഡ് ലക്ക് എന്നുള്ളൊരു റിച്വലായിട്ട് മാറി ഇത്. ഞങ്ങൾ ആർക്കേഡിലേക്ക് കയറിയതിൻ്റെ ഓപ്പോസിറ്റ് വഴിയിലാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ എത്തുന്നത് മിലാൻ കത്തീഡ്രലിൻ്റെ അടുത്തായിട്ടാണ്. ഈ കത്തീഡ്രലിനെ ഡോമോ ഡി മിലാനോ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. മിലാൻ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവരുടെയും മനസ്സിൽ വരിക ഈ കത്തീഡ്രലാണല്ലോ. ഈ കത്തീഡ്രൽ മാത്രമാണ് ഈ മിലാനിലെ ഒരു പ്രത്യേകതയുള്ളൂ എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇന്ന് അതിഭീകരമായ ചൂടുണ്ടായിരുന്നു. ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും ചൂടിലൊന്നും നമ്മൾ ഖത്തറിന്ന് പുറത്തേ ഇറങ്ങില്ല. അങ്ങനെയുള്ള നമ്മളിതാ ഇവിടുന്ന് കറങ്ങി നടക്കുന്നു. കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കയറണമായിരുന്നു. എവിടുന്നാണ് ടിക്കറ്റ് എടുക്കുകയെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ദൂരെ നല്ല ക്യൂ ഉണ്ട്. അത് ടിക്കറ്റ് എടുത്തിട്ടുള്ള ക്യൂ ആണോ അതോ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണോ എന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ആ ക്യൂവിൻ്റെ മുന്നിൽ നിന്ന് പോയി നിന്നപ്പോൾ മനസ്സിലായി അവർ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറാനുള്ള ആൾക്കാരാണെന്ന്. ടിക്കറ്റ് ഓൺലൈനിൽ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ പോയിട്ട് എടുക്കാൻ പറ്റും. അവിടെ പോയി ക്യൂ നിൽക്കുന്നതിനും പകരം ഓൺലൈനിൽ എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി. ഉള്ളിലേക്ക് കയറാൻ ഒരു നല്ല ക്യൂ ഉണ്ടായിരുന്നു. എക്സ്റ്റീരിയർ പോലെ തന്നെ ഇൻറ്റീരിയറും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഗോത്തിക് സ്റ്റൈലിനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. 1386 ഈ കത്തീഡ്രലിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് 5 നൂറ്റാണ്ടോളം ഇതിൻ്റെ നിർമ്മാണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഈ കത്തീഡ്രലിൽ ഇൻ്റർനാഷണൽ ഗോത്തിക് സ്റ്റൈലും ലൊംബാർഡ് റോമനസ്ക് സ്റ്റൈലും കൂടിച്ചേർന്നിട്ടുള്ളതാണ്. വിശ്വാസികൾ അവിടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വിസിറ്റേഴ്സൊക്കെ അവർക്ക് ചുറ്റിലായിട്ട് അവരൊന്നും ഡിസ്റ്റർബ് ചെയ്യാണ്ട് നടക്കുന്നുണ്ട്. ഈ കത്തീഡ്രലിൽ ഒരുപാട് സ്കൾപ്ചേഴ്സ് ഉണ്ടായിരുന്നു. ഓരോ സ്കൾപ്ചറിൻ്റെ അടിയിലും അതിൻ്റെ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ വായിച്ച് നടക്കുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. ഞാൻ ആ സ്കൾപ്ചേഴ്സൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ തൂണുകളും ഫ്ലോറും പിന്നെ റൂഫൊക്കെ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ടിൻറ്റഡ് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഗോത്തിക് കത്തീഡ്രലിലും കണ്ടുവരുന്ന ടിൻറ്റഡ് ഗ്ലാസ്സുകൾ ഉണ്ടായിരുന്നു. എനിക്ക് ടിൻറ്റഡ് ഗ്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ കത്തീഡ്രലിൻ്റെ ഇൻറ്റീരിയർ കാണാൻ. നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ കത്തീഡ്രലിൻ്റെ ഉള്ളിലേക്ക് കയറാനും പിന്നെ ഒരു മ്യൂസിയം വിസിറ്റിനുമായിട്ടുള്ള കമ്പൈൻഡ് ടിക്കറ്റാണ്. ഈ മ്യൂസിയം ഉള്ളത് കത്തീഡ്രലിൻ്റെ പുറത്ത് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ അങ്ങനെ കമ്പൈൻഡ് ആയിട്ടാണ് നമുക്ക് ടിക്കറ്റ് കിട്ടുക.
കത്തീഡ്രലിൻ്റെ ഈ ഭാഗം കൂടാതെ റൂഫിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കൂടിയുണ്ട്. അത് സെപ്പറേറ്റ് ആണ്. അങ്ങനെയുള്ള ടിക്കറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓൾറെഡി നല്ല ചൂടായതുകൊണ്ട് റൂഫിൽ പോകാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ റൂഫിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ കത്തീഡ്രലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ജെലാറ്റോ വാങ്ങാനായിട്ടാണ് പോയത്. ഫേമസ് ആയിട്ടുള്ള ജെലാറ്റോ ഷോപ്പായ അമോറിനോൻ്റെ മുന്നിൽ കുറേ നേരം ക്യൂ ഒട്ടും നീങ്ങാത്തത് കണ്ടിട്ട് അടുത്തുണ്ടായിരുന്ന ഒരു ജെലാറ്റോ ഷോപ്പിൽ പോയിട്ട് ജെലാറ്റോ വാങ്ങി കഴിച്ചു. പക്ഷെ അത് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇങ്ങനെ ക്യൂ നിൽക്കാൻ വയ്യായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ മ്യൂസിയത്തിൽ പോയി. ഈ കത്തീഡ്രലിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ വീഡിയോസ് അനുവദനീയമായിരുന്നില്ല. അതുകൊണ്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഞങ്ങൾ വിശ്രമിക്കാനായിട്ട് ഒരിടത്ത് ഇരുന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഒരു ചൈനീസ് ഇൻഫ്ലുവൻസർ ആണെന്ന് തോന്നുന്നു. ബാഗൊക്കെ ഓൺലൈനിൽ ലൈവായിട്ട് കച്ചവടം നടത്തുകയാണ്. കുറച്ച് നേരം അവിടെയൊക്കെ നടന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരാനുള്ളത് ലേക്ക് കോമോയിലെ അതിമനോഹരമായ കാഴ്ചകളുമായിട്ടാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.